Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും പാസ് ആകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്ലൈ ചെയ്യേണ്ട ടാക്ടിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-നെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാംസ് നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. സോ സെക്കൻഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമുക്ക് 5 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ പാസ്സാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 2 വെയിറ്റേജിന് വരുന്നത് വളരെ കുറവാണ്. കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് മിക്ക പേപ്പറുകളിലും കണ്ടുവരാറ്. ഞാനത് ഓൾറെഡി 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എന്തായാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ഒരു ചോദ്യം അത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഐദർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദ്യം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം എപ്പോഴും വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. അതിൽ ഈ പറയുന്ന പെർഫോമൻസ് മെഷർമെൻറ്റിൽ നമുക്ക് ഫിനാൻഷ്യൽ മെഷേഴ്സിൽ റെസിജ്വൽ ഇൻകം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, EVA ഇതിലെ ഏതെങ്കിലും ഒരെണ്ണോ, അല്ലെങ്കിൽ ബാലൻസ് സ്കോർ കാർഡ്, KPI, ദെൻ ന്യൂ ഹൊറിസോൺസിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്, TQM, അതുപോലെ തന്നെ JIT, കൈസൺ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾ വരെ 2 വെയിറ്റേജിന് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പഠിക്കാൻ അധികം സമയം വേണ്ട. 2 വെയിറ്റേജിന് ഒറ്റ പാരഗ്രാഫ്. സോ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 മൊഡ്യൂളിൽ നിന്നും കൂടിയിട്ട് തന്നെ നമുക്കൊരു 3 ചോദ്യങ്ങൾ മിനിമം കിട്ടുന്നതാണ്. ഇനി മൊഡ്യൂൾ നമ്പർ 3 പോവുകയാണെങ്കിൽ അവിടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയിൽ ഒരു 6-7 മെത്തേഡ്സ് ഉണ്ട്. 2 ട്രഡീഷണൽ മെത്തേഡ്, ഒരു 4 മോഡേൺ മെത്തേഡ് മെയിനായിട്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് 2 വെയിറ്റേജിന് വരാം. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡോ, സെർട്ടനിറ്റി ഈക്വലൻ്റോ, സെൻസിറ്റിവിറ്റി അനാലിസിസ്, സിമുലേഷൻ, ഡിസിഷൻ ട്രീ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് ആണ്. ഇതൊക്കെ എന്താണ് അതിൻ്റെ ഇക്വേഷൻ, ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. മനസ്സിലാവുണ്ടോ? നമ്മൾ ഡെപ്തിൽ പോയില്ല എങ്കിലും സമയമില്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഒരു ചോദ്യം കമ്പൽസറി ആയിട്ട് അപ്പോൾ തന്നെ 4 എണ്ണമായി. 7 4 കിട്ടാൻ ഇങ്ങനെ ആദ്യത്തെ 3 മൊഡ്യൂളിലത്തെ ഈ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ കിട്ടിക്കഴിഞ്ഞു നമുക്ക്. പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, CVP അനാലിസിസ് എന്താണ്, ഈ പറഞ്ഞ BEP എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് വരാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാരിയൻസ് എന്താണെന്നുള്ളതാണ് വരാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ഒരു 3 മൊഡ്യൂൾ നോക്കിയാൽ തന്നെ 2 വെയിറ്റേജിൻ്റെ ഒരു 4 ചോദ്യം കിട്ടും. മാർജിനൽ കോസ്റ്റിംഗിലത്തെ ബേസിക് നോക്കിയാൽ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ പാർട്ട് എയും ദെൻ പാർട്ട് സിയിലോട്ട് വരണ സമയത്ത് എസ്സേയിൽ 4 എസ്സേയിൽ ഒരു തിയറിയും 3 പ്രോബ്ലമാണ് വരാറ്. സോ മിക്കതും നമ്മളൊരു തിയറി പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ, അതല്ലെങ്കിൽ പിന്നെ തിയറി ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇടാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ, അതല്ലെങ്കിൽ KPIയോ ബാലൻസ് സ്കോർ കാർഡോ. ഇതാണ് തിയറി ആയിട്ട് മാക്സിമം
ചോദിക്കാറ്, ചിലപ്പോൾ മാത്രം മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, ഇങ്ങനെ കുറച്ച് തിയറി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ തിയറിയിലെ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയറി നോക്കാം. പിന്നെ പ്രോബ്ലംസിൻ്റെ ഏരിയ ആണ്. പ്രോബ്ലം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ കൺസെപ്റ്റ് അറിയണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഇക്വേഷൻ പഠിച്ചിരിക്കണം. പിന്നെ ആകെ കൂടിയിട്ട് ഒറ്റ എന്താണ് ഈ ടൈമിൽ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന മൊഡ്യൂൾ നമ്പർ 3 ഒരു പ്രോബ്ലമാണ്. അതിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ 2 റിസ്ക് അഡ്ജസ്റ്റഡും അതുപോലെ തന്നെ സെർട്ടനിറ്റി. അതിലേതെങ്കിലും വരാണെങ്കിൽ കുഴപ്പമില്ല, ഭാഗ്യം. ഡിസിഷൻ ട്രീ ഒക്കെ നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് മൊമെൻറ്റിൽ തന്നെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ട്രഡീഷണലെങ്കിൽ നോക്കി വയ്ക്കുക. മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്നും കമ്പൽസറി ആയിട്ട് എസ് ഉണ്ടായിരിക്കും. ഓൾറെഡി നോക്കിക്കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഒരു എഡ്ജ് അവിടെ കിട്ടും, കുഴപ്പമില്ല. 2 എസ് ആ രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ലാത്ത കുട്ടികൾ ഒരു തിയറിയും ഒരു പ്രോബ്ലം, അത് മാർജിനൽ കോസ്റ്റിംഗ് ഡിഗ്രിക്ക് ഒരു ടച്ചുള്ള കുട്ടികൾ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് മാർജിനൽ കോസ്റ്റിങ്ങും ഏതെങ്കിലും ഒരു തിയറി നോക്കുക. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ മാർജിനൽ കോസ്റ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും പക്കയായിട്ട് പോവുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 എസ്സേയും സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ തിയറി, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തിയറി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, അതിൽ മെത്തേഡ്സ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി, ഇത്ര 4 നോക്കിയാൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി നമുക്ക് പ്രതീക്ഷിക്കും. പിന്നെ ബാലൻസ് സ്കോർ കാർഡോ KPAയോ. ദെൻ എന്താണ് ബാക്കി സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞ് ഈ കുറച്ച് സമയം കൊണ്ട് മൊത്തം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡ്സ് എങ്കിലും നോക്കി പോവുക. അത് വരാണെങ്കിൽ ഭാഗ്യം. മൊഡ്യൂൾ നമ്പർ 3 സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, എസ്പെഷ്യലി പ്രോഫിറ്റ് പ്ലാനിങ്, ആക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡർ, അതൊക്കെ നോക്കി പോവുക. ഓക്കെ, കൂടുതൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് എസ്സേ കണ്ടുവന്നുള്ളത് മെറ്റീരിയലാണ്. അപ്പോൾ ഈ രീതിയിലൊരു അപ്രോച്ച് പോവുക. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞുള്ള കുട്ടികൾ പ്രോബ്ലംസിലോട്ട് തന്നെ ഫോക്കസ് പോവുക, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതല്ലെങ്കിൽ ഒരു തിയറി, ഞാൻ ഈ പറഞ്ഞ തിയറിയും ഏതെങ്കിലും ഒരു പ്രോബ്ലം, അങ്ങനെ ഒരു അപ്രോച്ച് പോയിട്ട് പാർട്ട് എയും പാർട്ട് സിയും കൂടിയിട്ട് നമുക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് ഫോക്കസിലോട്ട് പോകാം. പിന്നെ രണ്ടാമത്തെ പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ട് തരാനുള്ളത് പാർട്ട് ബിയിൽ 3 മുതൽ 4 വരെ തിയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മിനിമം 3 ചോദ്യം. അതിൽ മിക്ക പേപ്പറുകളിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് തിയറി 2 വെയിറ്റേജിൻ്റെ ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് നെക്സ്റ്റ് തിയറി ചോദ്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ KPAയോ ബാലൻസ് സ്കോർ കാർഡോ, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ സ്റ്റെപ്സോ നേരത്തെ പറഞ്ഞ തന്നെ എടുത്തു വരാറുണ്ട്. അങ്ങനെ തിയറി ചോദ്യത്തിലോട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, 1-2 പാർട്ട് ബിയിലെ പിടിച്ച് അങ്ങനെയും പാസ്സാക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഈ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെയും പാർട്ട് ബിയിൽ വരാറുണ്ട്. പിന്നെ റിപ്പീറ്റായിട്ട് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ് പാർട്ട് ബിയിൽ വരാറ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണമെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയണത് പാർട്ട് എയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക, പാർട്ട് സിയിലെ എസ്സേ ഈ രീതിയിൽ അപ്രൂവ് ചെയ്യുക, ദെൻ പാർട്ട് ബിയിലെ എന്താണ് തിയറിയെങ്കിലും എന്ത് ചെയ്യാൻ നോക്കുക, ഫോക്കസ് ചെയ്യാൻ നോക്കുക. ബട്ട് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ തിയറി നിങ്ങൾക്ക് വല്ലാണ്ട് എഴുതാനില്ല. അപ്പോൾ അതനുസരിച്ച് മാർക്ക് കുറച്ചും കൂടി കുറവായിരിക്കും. പക്കയായിട്ട് പ്രസൻറ്റ് ചെയ്താലേ കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ പ്രോബ്ലം തന്നെ ചെയ്യുക, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക, ദെൻ ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. 4 പേപ്പറും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ. അതുകൊണ്ട് ഒരു ഗൂഗിളി പേപ്പർ ആവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള പേപ്പറാണോ അതോ കമ്പാരിറ്റീവ് ഒരു ഈസി ടൈപ്പ് ആണോ, ഇതുവരെ കഴിഞ്ഞ പോലെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാ പ്രാവശ്യം ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈസി പേപ്പർ ആയിരുന്നു അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഓൾറെഡി നന്നായി പഠിച്ചവർ പ്രോബ്ലം തന്നെ ചെയ്യാട്ടോ, എന്നാലാണ് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ റിപ്പീറ്റായിട്ട് വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും നോക്കി പോവാട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ബട്ട് ആദ്യത്തെ 3 മൊഡ്യൂൾ ഫോക്കസ് ചെയ്താലും നമുക്ക് കുറച്ച്
സ്കോർ ചെയ്യാൻ അവിടെ പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലാസ്റ്റ് എക്സാം. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.